ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ അതിരൂക്ഷമായാണ് മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങളാകട്ടെ വലിയ രീതിയിലുള്ള ആശങ്കയും പരിഭ്രാന്തിയുമാണ് അവർ ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവർ ഇന്ത്യക്ക് മുന്നിൽ ഒരു അപേക്ഷയുമായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. കാരണം തങ്ങളെ രക്ഷിക്കുമെന്നും അവിടെ തങ്ങൾക്ക് ജീവിക്കാൻ വലിയ രീതിയിലുള്ള ഭയമാണ് എന്നും അതിർത്തി തുറന്നു നൽകണം എന്നൊരു അപേക്ഷയാണ് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ 2 ഹിന്ദു യുവാക്കളെ അവിടെ വധിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ അതിരൂക്ഷമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആയതിനാൽ തന്നെയാണ് ഇപ്പോൾ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു ആശങ്ക അല്ലെങ്കിൽ ഇത്തരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. ആയതിനാൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് കടക്കണമെന്ന ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു അപേക്ഷ ഇന്ത്യയോടായി തന്നെ അവർ പറയുന്നത്. ഇതിനു മുൻപേ ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകത്തെ തുടർന്നുകൊണ്ട് തന്നെ അവിടുത്തെ ദീപു ചന്ദ്രദാസിന്റെ സഹോദരനടക്കം വ്യക്തമാക്കിയിരുന്നു തങ്ങൾക്ക് ബംഗ്ലാദേശിൽ കഴിയാൻ തങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല, വളരെയധികം ഭയം നിറയുകയാണ്. ആയതിനാൽ തന്നെ ഇന്ത്യ സഹായിക്കുകയാണെങ്കിൽ, ഇന്ത്യ തങ്ങൾക്ക് അഭയം നൽകുകയാണെങ്കിൽ തങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്നായിരുന്നു അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അവിടുത്തെ എല്ലാ ഹിന്ദു ന്യൂനപക്ഷങ്ങളും, ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് വരണമെന്ന ആഗ്രഹം അവർ ഇന്ത്യക്ക് മുന്നിൽ വെക്കുന്നത്. ഈ അപേക്ഷ ഇന്ത്യ സ്വീകരിക്കുമോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. മാത്രമല്ല, ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുകയും ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തണല് ഇന്ത്യ നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും. അവിടുത്തെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസിനെയും അമൃത് മണ്ഡലിനെയും ക്രൂരമായി തന്നെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ സംഭവം രാജ്യത്തെ ഹിന്ദുക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത്. ഒറ്റപ്പെട്ടു പോയവരും പീഡിപ്പിക്കപ്പെട്ടവരുമായ ഹിന്ദുക്കളാകട്ടെ ആൾക്കൂട്ട ആക്രമണങ്ങളിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ അതിർത്തികൾ തുറക്കണമെന്ന് ഇന്ത്യയോട് അപേക്ഷിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവായ താരിഖ് റഹ്മാന്റെ ആ കടന്നുവരവ് സ്ഥിതി കൂടുതൽ വഷളാക്കുകയും ഹിന്ദുക്കൾ വലിയ രീതിയിലുള്ള ഭയമാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം താരിഖ് റഹ്മാനെ ബംഗ്ലാദേശിൽ ഒരു തീവ്രവാദ നേതാവായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. റംഗ്പൂർ, ചിറ്റാഗോങ്, ദക്ക എന്നിവിടങ്ങളിലെല്ലാം തന്നെ താമസിക്കുന്ന വലിയൊരു വിഭാഗമായ ഹിന്ദുക്കളുമായി ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ വലിയ രീതിയിൽ ബന്ധപ്പെടുകയും അവിടുത്തെ സ്ഥിതിഗതികളെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. തങ്ങളുടെ അവസ്ഥ ദീപുവിന്റെയും അമൃതിന്റെയും അവസ്ഥ പോലെ ആകരുതെന്നും അത്തരത്തിലൊരു അവസ്ഥ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ഇവർ പറയുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ മതം കാരണം ഞങ്ങൾ നിരന്തരം അപമാനങ്ങൾ നേരിടുന്നു, പക്ഷേ ഈ ആവർത്തിച്ചിട്ടുള്ള അപമാനങ്ങൾക്ക് മറുപടി നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് അവിടെയുള്ള ഒരു വ്യക്തി ഇതിനോടായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ തെരുവിലൂടെ തന്നെ നടക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന പരിഹാസങ്ങൾ പെട്ടെന്ന് തന്നെ ആൾക്കൂട്ട കൊലപാതകങ്ങളിലേക്ക് നയിച്ചേക്കാം. ഞങ്ങൾ കിടന്നുറങ്ങുകയാണ്, പോകാൻ ഒരിടവുമില്ലാതെ തന്നെ വലിയ രീതിയിലുള്ള സങ്കടങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നു. ഇതിന് പുറമെ തന്നെ ദീപുവിനോ അമൃതിനോ ഉണ്ടായ അതേ വിധി അത് തങ്ങൾക്കും ഉണ്ടാകുമോ എന്ന ഭയമാണ് ഞങ്ങളിൽ ഉണ്ടാക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ ശത്രുവായി കണക്കാക്കപ്പെടുന്നതിൽ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം BJP അധികാരത്തിൽ വരുന്നു അല്ലെങ്കിൽ അത്തരമൊരു രീതിയിലേക്ക് വരണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ഓടിപ്പോകാൻ മാത്രമേ ഇനി കഴിയൂ. പക്ഷേ അതിർത്തികൾ കർശനമായ നിരീക്ഷണത്തിലായതിനാൽ തന്നെ തങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു ഹിന്ദു യുവാവ് ഈ ഒരു വിഷയത്തോടായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.